ഹലോ, നമ്മളിന്ന് മൈക്രോ കാനോനിക്കൽ എൻസംബിളിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ലൂവിൽസ് തിയറം ഡിറൈവ് ചെയ്തതിന് ശേഷം നമുക്കറിയാം വ്യത്യസ്തങ്ങളായ 3 തരത്തിലുള്ള എൻസംബിളുകളെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. അതിൽ ആദ്യത്തെ എൻസംബിളാണ് മൈക്രോ കാനോനിക്കൽ എൻസംബിൾ എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ സ്വാഭാവികമായിട്ടും എനർജി, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതുപോലെ തന്നെ വോളിയം, ഇത് മൂന്നിനെയും നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പരിശോധിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, എനർജി, വോളിയം, ഇത് മൂന്നും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എൻസംബിൾ എന്ന അർത്ഥത്തിലാണ് മൈക്രോ കാനോനിക്കൽ എൻസംബിൾ നമ്മളിവിടെ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്കറിയാം, നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള പോലെ തന്നെ നേച്ചറിലെ മിക്കവാറും എല്ലാ സിസ്റ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എനർജി എന്നുള്ളത് പ്രായോഗികമായി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനർജിയിൽ ദർ വിൽ ബി ഫ്ലക്ച്വേഷൻസ്. സോ ഹിയർ വി വിൽ ബി കൺസിഡറിങ് എനർജി എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്ന ഒരു ഡെഫിനിറ്റ് എനർജി ആയിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പകരം ഇ മൈനസ് delta/2, ഇ പ്ലസ് delta/2, where delta is a small fluctuation in energy. സോ ഡെൽറ്റ എന്ന് പറയുന്ന ഫ്ലക്ച്വേഷൻ delta/2 പ്ലസും delta/2 മൈനസും ചേഞ്ചുള്ള എനർജി എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ മൈക്രോ കാനോനിക്കൽ എൻസംബിളിനെ കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്കറിയാം എനർജിയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസും വോളിയവും കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റൊരു മീനിങ് എന്താണ്? നമ്മൾ ഫേസ് സ്പേസ് എടുക്കുകയാണെങ്കിൽ ആ ഫേസ് സ്പേസിനകത്ത് നമ്മുടെ പോയിൻ്റുകൾ, റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ്, കോംപ്ലക്ഷൻസ്, ഓരോ കോംപ്ലക്ഷൻസിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് കൃത്യമായി ഒരു ഈ എനർജി എന്ന് പറയുന്ന എനർജിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു സ്ഫിയർ പോലുള്ള അല്ലെങ്കിൽ വാട്ട് എവർ ഷേപ്പ് ദാറ്റ് ഈസ്, ആ കോൺസ്റ്റൻ്റ് എനർജിയുടെ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മുടെ ഈ പറയുന്ന റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഉണ്ടാവുള്ളൂ. അല്ലാത്ത ഇടങ്ങളിൽ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് 0 ആയിരിക്കും. നമ്മൾ ഇവിടെ ഡെൽറ്റ പ്ലസ് ഓർ മൈനസ് delta/2 കൂടി കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അത് ഒരു ഷെല്ല് പോലെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഈ എനർജി അതിൻ്റെ പ്ലസ് delta/2 മൈനസ് delta/2. സോ ആ delta/2 ഈ എനർജി പ്ലസ് ആൻഡ് മൈനസ് delta/2 ഉള്ള ഒരു ഷെല്ലുണ്ടാവും. ആ ഷെല്ലിലെ ഓരോ പോയിന്റുകളായിട്ടായിരിക്കും നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ അതുകൊണ്ട് ആ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സിൻ്റെ ഡെൻസിറ്റിയാണ് നമ്മൾ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന രീതിയിൽ പറയുന്നത്. സോ ഡെൻസിറ്റി ഫംഗ്ഷൻ വിൽ ബി അവൈലബിൾ ഓൺലി അറ്റ് ദിസ് ഓൺ ദിസ് ഹൈപ്പർ ഷെൽ ഇൻ ദി ഫേസ് സ്പേസ്. സോ ഫേസ് സ്പേസിലെ ഈ ഹൈപ്പർ ഷെൽ എന്ന് പറയുന്ന എനർജി പ്ലസ് ഓർ മൈനസ് delta/2 എന്നുള്ള പോയിന്റുകളിൽ ആ സ്പേസിൽ, ആ ഹൈപ്പർ ഷെല്ലിൻ്റെ മുകളിൽ മാത്രമായിരിക്കും നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് ദ ഡെൻസിറ്റി ഫംഗ്ഷൻ വിൽ ബി അവൈലബിൾ ഓൺലി ഓൺ ദാറ്റ് ഷെൽ പോയിൻറ്റ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തായിരിക്കും? ഡെൽറ്റ വിൽ ബി റോ വിൽ ബി 0. ഡെൻസിറ്റി ഫംഗ്ഷൻ റോ വിൽ ബി 0 on all those points. Go to the blackboard. So we can say here a microcanonical ensemble. Here in a microcanonical ensemble you will be considering the n, v, e and of course delta, where delta will be a fluctuation, not a fluctuation, we can say fluctuation എന്ന് പറയുന്നത് ശരിയല്ല, what you call a change in energy, plus or minus energy. So ഇതിൻ്റെ ഫങ്ഷനായിട്ടായിരിക്കും നമ്മുടെ എന്തുണ്ടാവുക? ഇതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന രൂപത്തിലായിരിക്കും നമ്മുടെ എച്ചിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക. സോ ഈ ഇ മൈനസ് delta/2 less than or equal to h will be the Hamiltonian, less than or equal to e plus delta/2. സോ ഈ ഹൈപ്പർ ഷെല്ലിൻ്റെ, ലെറ്റ് അസ് സേ ഒരു 2 dimensional കേസാണെന്ന് വിചാരിക്കുക, 1 dimensional കേസാണെന്ന് വിചാരിക്കുക. സോ ഈ ഒരു ഹൈപ്പർ ഷെല്ലിൻ്റെ മുകളിൽ മാത്രമായിരിക്കും. ഇപ്പോൾ 1 dimension ആണെങ്കിൽ നമുക്ക് 2 dimensional ഫേസ് സ്പേസ് ഉണ്ടാവുക. സോ ഈ ഒരു പോയിന്റുകളിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള പോയിന്റുകളിലൊക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് റോ വിൽ ബി എ കോൺസ്റ്റൻറ്റ് in these points and it will be 0 everywhere else.
റൈറ്റ്? സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. Now രണ്ടാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് തോന്നാം. നമ്മുടെ ഈ ഹൈപ്പർ ഷെല്ലിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ലെറ്റ് us say the volume of this hypershell is omega. So omega is given by, omega is equal to integral I'm putting a dash. I'll tell you why I'm putting a dash. Okay, d omega, that is simply integral d3nq d3np. ഈ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഞാൻ ആ പ്രൈംഡ് ഇൻ്റഗ്രേഷൻ എന്ന് വിളിക്കാനുള്ള കാരണം, ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ അനുസരിക്കുന്ന പോയിന്റുകളിൽ മാത്രം നടത്തുന്ന ഇൻ്റഗ്രേഷൻ, ബാക്കിയിടത്ത് നമ്മുടെ റോ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കണ്ടീഷൻ അനുസരിക്കുന്ന പോയിന്റുകളിൽ മാത്രം നടത്തുന്ന ഇൻ്റഗ്രേഷൻ എന്ന അർത്ഥത്തിലാണ് ഞാനൊരു പ്രൈംഡ് ഇൻ്റഗ്രേഷൻ എന്ന രീതിയിലേക്ക് അതിനെടുത്തത്. ഓക്കെ, സോ ദ ഡെൻസിറ്റി ഫംഗ്ഷൻ വിൽ ബി അവൈലബിൾ ഓൺലി ഓൺ ദോസ് പോയിൻറ്റ്സ് വേർ നമ്മുടെ ഈ പോയിന്റുകളിൽ മാത്രമായിരിക്കും ഡെൻസിറ്റി ഫങ്ഷൻസ് അവൈലബിൾ ആവുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഒരുപക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ തന്നെ നട്ടല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മൾ നോക്കുകയാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ലൈയിങ് ഇൻ എ വോളിയം എലമെൻറ്റ് ഡി ഒമേഗ. ഓക്കെ, ഇത് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഞാൻ എടുക്കണമെങ്കിൽ ഞാൻ എക്സ്പെക്റ്റേഷൻ വാല്യൂ എടുക്കണം എന്ന് വിചാരിക്കുക. ആ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഞാൻ ഏത് പോയിന്റിൽ എടുക്കുന്നു എന്നുള്ള അതിൻ്റെ ഡി ഒമേഗ എന്ന് പറയുന്ന അവിടുത്തെ ഒരു സ്മോൾ വോളിയത്തിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ അത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെ വോളിയം എടുത്തു കഴിഞ്ഞാലും അത് എന്തായിരിക്കും, സെയിം എന്ന രീതിയിലായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റൊരർത്ഥത്തിൽ വായിക്കാൻ പറ്റുന്ന എന്താണ്, probability of finding a representative points in a given volume element d omega is the same as that of finding a representative points in the equivalent volume element d omega located anywhere in the hypershell. അതായത് നിങ്ങൾ ഇവിടെ ഞാൻ ഈ പറയുന്ന ഈ പോയിന്റിൽ ഡി ഒമേഗ എടുത്താലും ഈ പോയിന്റിൽ ഡി ഒമേഗ എടുത്താലും ഈ പോയിന്റിൽ ഡി ഒമേഗ എടുത്താലും എല്ലാത്തിൻ്റെയും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എന്താ പറയുക പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സിനെ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ പറയുന്ന ഈക്വൽ എപ്രയോറി തിയറി എന്ന് പറയുന്ന സാധനമാണ്. അതായത് ഏത് സ്റ്റേറ്റിലും ബേസിക്കലി എന്താണ് ഈ പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, ഈ ഹൈപ്പർ ഷെല്ലിലെ ഓരോ പോയിന്റും നമ്മുടെ ഒരു കോംപ്ലക്ഷനാണ്, അതായത് ഒരു മൈക്രോ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മൈക്രോ സ്റ്റേറ്റിലേക്ക് പോകാനുള്ള പോസിബിലിറ്റിയും പ്രോബബിലിറ്റിയും ഒരേപോലെ തന്നെയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു മൈക്രോ സ്റ്റേറ്റിനെ മറ്റ് മൈക്രോ സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് സിസ്റ്റം ഫേവർ ചെയ്യുന്നില്ല. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ. അതുകൊണ്ട് നിങ്ങൾ എവിടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എടുത്താലും നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്, സെയിം ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു മൈക്രോ സ്റ്റേറ്റിനെ മറ്റേതെങ്കിലും ഒരു മൈക്രോ സ്റ്റേറ്റിനെ അപേക്ഷിച്ച് സിസ്റ്റം ഫേവർ ചെയ്യുന്ന ഒരു പരിപാടിയുമില്ല. എല്ലാ മൈക്രോ സ്റ്റേറ്റുകൾക്കും ഈക്വൽ പ്രോബബിലിറ്റിയാണ് നമ്മുടെ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മറ്റൊരു കോൺസിക്വൻസ് എന്താണ് എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിച്ച് നോക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി വിശദമായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കാം. ഇവിടെ നമുക്കിങ്ങനെ ആലോചിച്ച് നോക്കാം. അതായത് ഇവിടെ ഒരുപാട് പോയിന്റുകൾ ഉണ്ട് അല്ലേ. ഓരോ പോയിന്റുകളും എന്താണ്, ഓരോ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സും ഓരോ മൈക്രോ സ്റ്റേറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലോങ് ടൈം എടുക്കുകയാണ്. ഒരു ലോങ് ടൈം എടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ആദ്യം ഒരു മൈക്രോ സ്റ്റേറ്റിലായിരിക്കും, അവിടെ നിന്ന് വേറൊരു മൈക്രോ സ്റ്റേറ്റിലേക്ക് പോയി, അവിടെ നിന്ന് വേറൊരു മൈക്രോ സ്റ്റേറ്റ്, ഏത് മൈക്രോ സ്റ്റേറ്റിലേക്ക് പോകാനുള്ള പ്രോബബിലിറ്റി എന്താണ്, ഒരുപോലെ തന്നെയാണ്. അങ്ങനെ ഓരോ മൈക്രോ സ്റ്റേറ്റുകളും കവർ ചെയ്ത് ലോങ് ടൈം എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആഫ്റ്റർ എ ലോങ് ടൈം ഇറ്റ് മേ കവർ ഓൾമോസ്റ്റ് ഓൾ മൈക്രോ സ്റ്റേറ്റ്സ്, റൈറ്റ്? അതായത്
നമ്മൾ നേരത്തെ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന പ്രോബ്ലം പോലെ തന്നെ ഇവിടെ എന്ത് സംഭവിക്കും? നിങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? ലോങ് ടൈം ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു മൈക്രോ സ്റ്റേറ്റ് മുതൽ മുഴുവൻ മൈക്രോ സ്റ്റേറ്റിലും പോയി വരാനുള്ള ടൈം ആവറേജ് നിങ്ങൾക്ക് കിട്ടും. അതുതന്നെയാണ് നിങ്ങൾ ഒരേ സമയത്ത് ഒന്നിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ എൻസംബിൾ ആവറേജ് എടുത്താലും കിട്ടാൻ വേണ്ടി പോകുന്നത്. റൈറ്റ്. കാരണം എന്താണ്? ഇവിടെ എല്ലാ മൈക്രോ സ്റ്റേറ്റിൻ്റെ പോസിബിൾ മൈക്രോ സ്റ്റേറ്റിൻ്റെയും യൂണിയനാണ് ഇവിടെ ഉള്ളത്. മുഴുവൻ പോസിബിൾ മൈക്രോ സ്റ്റേറ്റ്സും ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് നിങ്ങൾ ലോങ് ടൈം ആവറേജ് എടുക്കുന്നതും എൻസംബിൾ ആവറേജ് എടുക്കുന്നതും എന്തായിട്ടാണ് വർക്ക് ചെയ്യുക? സെയിം ആയിട്ട് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഫിസിക്കൽ മീനിങ്ങിൽ കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. സോ നമുക്ക് ഇനി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് കൂടി കടക്കാം. So ensemble average of any physical quantity f is identical to the value one expects to obtain on making an appropriate measurement on the given system. The ensemble average of any physical quantity f is identical to the value one expects to obtain on making an appropriate measurement on the ഗിവൺ സിസ്റ്റം. സോ ഇതാണ് നമ്മൾ ബേസിക്കലി ഇവിടെ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് കൂടി പോവാം. നമുക്കറിയാം നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിനെ ഗാമ അല്ലേ, ഒരു ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗാമ എന്നുള്ള പേരിലാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ സിഗ്മയിലേക്ക് കൊണ്ടുവന്നു, പിന്നീട് ഗാമയും സിഗ്മയും ഒന്നാണ് എന്ന് കണ്ടെത്തി, വാട്ട് എവർ ബി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടോട്ടൽ വോളിയവും നമ്മുടെ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ്, ടോട്ടൽ വോളിയം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഹൈപ്പർ ഷെല്ലിൻ്റെ ടോട്ടൽ വോളിയം. അതുമാത്രമല്ല നമ്മുടെ കൺസിഡറേഷനുള്ളൂ, ബാക്കിയെടുത്തൊന്നും ഒന്നും സംഭവിക്കുന്നില്ല. സോ ഈ ഹൈപ്പർ ഷെല്ലിൻ്റെ ടോട്ടൽ വോളിയവും നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സും തമ്മിലുള്ള ഒരു റിലേഷൻ കിട്ടുകയാണ് എങ്കിൽ നമുക്ക് അതിനെ ഏത് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് വളരെ സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സപ്പോസ് ഒമേഗയാണ് ടോട്ടൽ വോളിയം എന്ന് കൺസിഡർ ചെയ്യുക. നമ്മുടെ ഹൈപ്പർ ഷെല്ലിൻ്റെ ടോട്ടൽ വോളിയം എന്ന് കൺസിഡർ ചെയ്യുക. നൗ സപ്പോസ് ഒരു മൈക്രോ സ്റ്റേറ്റ് എടുക്കുന്ന വോളിയം എന്ന് പറയുന്നത്, ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത്, സോ ലെറ്റ് us say ഇറ്റ്സ് എ ഫണ്ടമെൻ്റൽ വോളിയം. ഒരു മൈക്രോ സ്റ്റേറ്റ് ഒക്യുപ്പൈ ചെയ്യുന്ന ഫണ്ടമെൻ്റൽ വോളിയം എന്ന് പറയുന്നത് omega 0 ആണ് എന്ന് വിചാരിക്കുക. Okay, so the total volume is omega and the volume occupied by a single microstate, let us say it is omega 0. What would be this quantity? Total volume omega divided by the volume occupied by one microstate. Okay, so 100 വോളിയം ഉള്ള ഒരു ക്ലാസ് ആണ്. ടോട്ടൽ വോളിയം ഓഫ് ദ ക്ലാസ് ഇസ് 100. ഒരാൾക്ക് ആവശ്യമുള്ള മാക്സിമം അല്ലെങ്കിൽ മിനിമം വോളിയം, നോട്ട് മാക്സിമം വോളിയം, മിനിമം വോളിയം 10 ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, സോ 100/10 വാട്ട് ഇറ്റ് ഗീവ്സ്? ഇറ്റ് ഗീവ്സ് എ 10 ആസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. റൈറ്റ്, എത്ര പേര് ക്ലാസ്സിലുണ്ട് എന്നുള്ളതാണ്. സോ ഇതാണ് നമുക്ക് മാക്സിമം ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നത്. സോ omega 0 gives you simply what? The number of microstates. So we know S is equal to K ln gamma, which is same as K ln omega by omega 0, right? So omega 0 has to be find out. So let us find out omega 0 in case of a classical ideal gas. This is what we are going to do here. So obviously നേരെ നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് തന്നെ കിടക്കാം. നോ പ്രോബ്ലം, ഇറ്റ്സ് വെരി സിമ്പിൾ. സോ ഒമേഗ is the volume of this hypershell in the 6n dimensional phase space. 6n dimensional നമ്മുടെ phase space. അതൊക്കെ നമുക്ക് ഇനി പറയേണ്ട കാര്യമില്ല. സോ ഒമേഗ is equal to integral, many integrals will be there. How many integrals? 6n integrals will be there. So d3n q d3n p. What does d3n means? There will be how many q's? dq1 dq2 dq3 അങ്ങനെ പോയിട്ട് 3n ഉണ്ടാവും. അതുപോലെ തന്നെ d3n p എന്ന് പറഞ്ഞാൽ എന്താണ്? dp1 dp2 അങ്ങനെ dp3n വരെ ഉണ്ടാവും. സോ ദാറ്റ് ഇസ്, അതിനെയാണ് നമ്മൾ ഒന്നിച്ച് d3n എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ? സോ
now we can say the Hamiltonian, the energy, or total energy here. I mean, not exactly energy, but still, let's consider for that sake of simplicity. So Hamiltonian is only a function. We are not considering, we are not bothered about it, because we are dealing the classical ideal gas. There will not be any potential in between the particles. So നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ classical ideal gas എന്ന് പറഞ്ഞാൽ basically എന്താണ്, the energy of one particle is unaffected by the presence of any other particle. So there will not be any potential. So obviously the Hamiltonian will be a function of what? It's a function of momenta only, different momenta only. Okay, so നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ ഈ ഇൻ്റഗ്രലിനെ രണ്ട് കഷ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഇൻ്റഗ്രൽ ലെറ്റ് us say you have this d3 and q. ഓക്കെ, സോ ഈ ഒമേഗയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹാമിൽട്ടോണിയൻ എന്നുള്ളത് എന്തിൻ്റെ മാത്രം ഫംഗ്ഷനായിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്? പിയുടെ മാത്രം ഫംഗ്ഷനാണ്. സോ ഒബ്വിയസ്ലി നമുക്ക് ഈ d3 and q എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷനിൽ നേരിട്ട് സ്ട്രെയിറ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റും. സോ d3 and q ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താ നമുക്ക് കിട്ടാൻ പോകുന്നത്? സോ സപ്പോസ് ഒരു സിംഗിൾ പാർട്ടിക്കിളാണ് എന്ന് വിചാരിക്കുക. സോ നമുക്ക് ഓക്കെ, സോ നമ്മൾ പറഞ്ഞതാണ്, സോ d3 and q-വിനെ നമ്മൾ നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ സിംഗിൾ പാർട്ടിക്കിൾ ആണെങ്കിൽ സംഭവിക്കുക എന്താണ്, ഒരു ഒറ്റ പാർട്ടിക്കിൾ ആണെങ്കിൽ d3q അല്ലേ, d3q ആണ് കിട്ടുക. സോ നമ്മൾ എന്ത് ചെയ്യും, അതിനെ പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ഓൺലി 3 integrals will be there, so you will be getting v. Am I right? So similarly, if you integrate d3 and q, we will be getting vn. Okay, v raised to n will be there. So we are not bothered about the v q part. So what we are bothered here is about the d3 and p part only. Okay, so let's integrate the d3 and part. Okay, so there will be three n integrals. So d3n p. All right, so this p is a function. I mean, p നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക? എനർജി ടേമിലാണ്. എനർജി എവിടെ മുതൽ എവിടെയാണ് വേരി ചെയ്യുന്നത്? ഈ -Δ/2 വരെയും p²/2m ആണ് അല്ലേ എനർജി എന്ന് പറയുന്നത്. അതാണല്ലോ നമ്മുടെ ഹൈപ്പർ ഷെല്ലിൻ്റെ വീതി എന്ന് പറയുന്നത്, തിക്നെസ് എന്ന് പറയുന്നത്. ലോവർ എനർജി എന്ന് പറയുന്നത് ഈ -Δ/2, അപ്പർ എനർജി എന്ന് പറയുന്നത് ഈ +Δ/2. ഇതിനിടയിലാണ് എന്ത് p²/2m എന്ന് പറയുന്നത് ഉള്ളത്. സോ ഞാനതിനെ ചെറുതായിട്ട് മാറ്റി എഴുതുകയാണ്. സോ ഐ വിൽ ബി റൈറ്റിംഗ് ഇറ്റ് ഇൻ്റഗ്രൽ I'm just multiplying by this. Okay, let us say d3 and p 2m കൊണ്ട് throughout multiply 2e minus Δ/2 less than or equal to p square less than or equal to 2m into e plus Δ/2. All right? Okay, so what is the thickness? Now let's consider that hypershell here. Okay, let us consider the hypershell here. So this is the hypershell. Okay, ഞാനൊരു എനിക്കിഷ്ടമുള്ളൊരു ഫോമിൽ വരയ്ക്കാം. ഓക്കെ, സോ ദിസ് hypershell, അതിൻ്റെ നടുക്കുള്ള ഇ എന്ന് പറയുന്ന നടുക്ക്, എക്സാക്ട്ലി നടുക്കായിരിക്കണം, ഞാൻ വരയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെ തെറ്റിപ്പോവും. ഓക്കെ, സോ മുകളിലുള്ള പോർഷൻ എന്താണ്? മുകളിലുള്ള പോർഷൻ പിയിലാണ് അല്ലേ. നമുക്ക് പിയിലെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും കിട്ടും. പിയിലെടുക്കെടുക്കുന്നെങ്കിൽ റൂട്ട്, പിയിലാണെങ്കിൽ ഇതിൻ്റെ റൂട്ടല്ലേ വരുന്നത്, പിയിലായിരുന്നുവെങ്കിൽ ഇതിൻ്റെ റൂട്ടാണ് വരുന്നത് അല്ലേ. ഓക്കെ, സോ ദിസ് ഈസ് പി. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സോ ദിസ് ഈസ് സിംപ്ലി √2m e + Δ/2. ഉള്ളിലുള്ളതോ √2m e minus Δ/2. Alright? Okay. നടുക്കുള്ളതോ √2me. Right? So that is it. Now what is the thickness of this? What is the thickness of this? Simply thickness you can find out. ഇത് മൈനസ് ഇത് അല്ലേ,
outer surface minus inner surface gives you the thickness. So നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു സംശയം, നമ്മുടെ ഹൈപ്പർ ഷെൽ എന്ന് പറയുന്ന ഈ ഹൈപ്പർ ഷെല്ലിനകത്ത് 3 ഏരിയകളുണ്ട്, 3 സർഫസുകളുണ്ട്. അപ്പോൾ ഇത് √2m e പ്ലസ് ഡെൽറ്റ ബൈ 2, ഉള്ളിലുള്ളത് √2m e മൈനസ് ഡെൽറ്റ ബൈ 2, മിഡിൽ പോർഷൻ ഈസ് √2m e. ഓക്കെ, സോ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാവുന്ന ഒരു കാര്യം, തിക്നെസ് എന്ന് പറയുന്നത് ഡെൽറ്റ അല്ലേ, ഡെൽറ്റ മൈനസ് ഡെൽറ്റ ബൈ 2 പ്ലസ് ഡെൽറ്റ ബൈ 2 ആണെങ്കിൽ സ്വാഭാവികമായും തിക്നെസ്. ബട്ട് തിക്നെസ് ഹിയർ, ഡെൽറ്റ തിക്നെസ് എന്തിലാണ്? എനർജിയിലുള്ള തിക്നെസ് ആണ്. നമ്മുടെ കൺസിഡർ ചെയ്യുന്ന സ്പേസ് എന്ന് പറയുന്നത് എന്ത് സ്പേസ് ആണ്? നോക്കൂ, പ്രൈം ഇൻ്റഗ്രേഷൻ ഓവർ n ഇൻ്റഗ്രൽസ്, ദാറ്റ് ഈസ് d3n p-യിലാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ നടക്കുന്നത്. സോ അവർ സ്പേസ് ഈസ് എ മൊമെൻറ്റം സ്പേസിലാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ നടക്കുന്നത്. സോ മൊമെൻറ്റത്തിലുള്ള തിക്നെസ്സാണ് നമുക്ക് കാണേണ്ടത്. സോ മൊമെൻറ്റത്തിലുള്ള എക്സ്പ്രഷൻസാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന ഓരോ എക്സ്പ്രഷൻസും എന്ന് പറയുന്നത്. √2me എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? ദാറ്റ് സിംപ്ലി റെപ്രസെൻറ്റ്സ് ദ മൊമെൻറ്റ, ദ ചേഞ്ച് ഇൻ മൊമെൻറ്റ. സോ എനർജിയുടെ തിക്നെസ് എന്ന് പറയുന്നത് ഡെൽറ്റ ആണെങ്കിൽ കറസ്പോണ്ടിങ് തിക്നെസ് ഇൻ മൊമെൻറ്റ, what is the momenta thickness? That's what we are going to find out here. So let us find out the thickness. എന്താണ്? Outer surface minus inner surface gives you the thickness. So that is simply √2m e plus delta by 2 minus √2m e minus delta by 2 gives you the thickness. So that you can do very simply. Let us take the e outside, √2m e outside from both the expressions. That gives you what is that, 1 plus delta by 2e, right, all raised to half minus 1 minus delta by 2e all raised to half. So 1 plus x all raised to n is equal to 1 plus nx എന്ന് പറയുന്ന അപ്രോക്സിമേഷൻ നമുക്കറിയാം. സോ ഐ ആം യൂസിങ് ദാറ്റ് ഹിയർ, സോ ദാറ്റ് യു ക്യാൻ റൈറ്റ് √2me 1 plus delta by 4e minus plus by 4e. Alright, so what finally gets you is this is delta by 4e plus delta by 4e gives you delta by 2e multiplied by √2me. So that is what we get. So that is you have the 2 and 2 get cancelled, e and e get cancelled. So what you are going to get is delta √m by √2e. This is what you are going to get. So this is the thickness in momentum, that is √m by 2e into delta. This is the thickness in momentum. Am I right? Now we know നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആത്യന്തികമായത് ടോട്ടൽ വോളിയം ഒമേഗയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ വോളിയമാണ്, ഈ സ്പേസിൻ്റെ ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ടോട്ടൽ വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ, ഒരു ഷെല്ലിൻ്റെ വോളിയം കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? ഇതിൻ്റെ സർഫസ് ഏരിയ, ദാറ്റ് ഈസ് √2me എന്ന് പറയുന്ന സർഫസിൻ്റെ √2me റേഡിയസ് ഉള്ള സർഫസിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. മൾട്ടിപ്ലൈ ദാറ്റ് ബൈ ദ തിക്നെസ്. ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു. സോ ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദ സർഫസ് ഏരിയ ഫസ്റ്റ്. √2me എന്ന് പറയുന്ന റേഡിയസ് ഉള്ള സർഫസിൻ്റെ മൊമെൻറ്റം ഷെല്ലിൻ്റെ സർഫസ് ഏരിയ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. സോ സർഫസ് ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം സർഫസ് ഏരിയ നമ്മൾ നേരത്തെ വോളിയം ഓഫ് ആൻ n ഡയമെൻഷണൽ സ്ഫിയർ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. സർഫസ് ഏരിയ ഈസ് സിംപ്ലി n/cn r raised to n minus 1. This is the surface area. I mean, it's very obvious. See, 4/3 pi r cube ആണ് നമ്മുടെ ഒരു സ്ഫിയറിൻ്റെ വോളിയം. സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്താണ്? ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. സോ സിംപ്ലി 3 and 3 get cancelled, 4 pi r square. So that is it.
4 pi is the constant Cn. So that is how we get the surface area. So Cn r raised to n ആയിരുന്നു നമ്മുടെ വോളിയം ഓഫ് ദി n-dimensional sphere. അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു r എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? You will obviously get the surface area. So let us do that. So Sn is this. So we know again Cn constant എന്തായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. That is simply pi raised to n by 2 divided by n by 2 factorial. N by 2 factorial. So Sn is equal to, that is the surface area of an n-dimensional sphere is equal to n, Cn എന്താണ്? Pi raised to n by 2 divided by n by 2 factorial r raised to n minus 1. Clear? So I'm multiplying and dividing by 2. Okay, so that's obviously there. So n by 2 and n by 2 factorial get cancelled. So 2 pi raised to n by 2 divided by n by 2 minus 1 factorial r raised to n minus 1. So this is the surface area of an n-dimensional sphere. Okay, so let us come back to the actual volume and all. So what is that surface area എന്താണ് കിട്ടുക? Sn നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരികയാണെങ്കിൽ that is 2 pi raised to n എത്രയാണ് നമ്മളുള്ളത്? 3n dimensional പ്രോബ്ലമാണ്. 3n by 2 divided by 3n by 2 minus 1 factorial അല്ലേ? 3n ആണ് നമ്മുടെ ഇൻ്റഗ്രൽ 3n അല്ലേ? So that is it. And what is the radius? root 2 me അല്ലേ? root 2 me all raised to 3n minus 1. ഇതിനെ വേണമെങ്കിൽ ഈ റൂട്ട് ഞാൻ ഒഴിവാക്കിയിട്ട് ഡിവൈഡ് ബൈ 2 എന്നുള്ളത്. റൈറ്റ്, നോ പ്രോബ്ലം. ഓക്കെ, so this is the surface area. Now what is the volume? Volume is simply multiplied by the thickness. What was the thickness? We know that the thickness was m by 2e all raised to half into 2 pi raised to 3n by 2 divided by 3n by 2 minus 1 factorial 2me 3n minus 1 by 2. That is the this is the volume. Now let us make some adjustment and all. So we can take this some of these terms in inside and some of things. So let us do this. Okay, no problem. Delta ഞാൻ ചെയ്യാം. നോക്കൂ, ഇവിടെ 2me എന്ന് പറയുന്ന ടേം ഉണ്ട് അല്ലേ? സോ ഞാൻ ആ ടേമിനെ അതേപോലെ തന്നെ നിർത്തുന്നു. സോ 2 pi me all raised to 3n by 2. അപ്പോൾ ബാക്കി എന്തുണ്ട്? ഹാഫ് താഴേക്ക് പോകണം അല്ലേ? ഹാഫ് മൈനസ് ഹാഫ് താഴേക്ക്, അതായത് മൈനസ് ഹാഫ് മീൻസ് താഴേക്ക് പോകണം. സോ ദാറ്റ് ഈസ് 2me all raised to half. This is it. ഓക്കെ, പിന്നെന്താണ്? 3n by 2 minus 1 factorial. ഓക്കെ, പിന്നെന്തുണ്ട്? m raised to half divided by 2e raised to half ഉണ്ട്. ഒരു 2 കൂടി ഇല്ലേ പുറത്ത്? 2 കൂടി ഉണ്ട് പുറത്ത്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് വി ഗെറ്റ്. നൗ m raised to ഹാഫും ഈ m raised to ഹാഫും ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ റൂട്ടും ഉണ്ട്, ഇവിടെ അടുത്ത റൂട്ടും ഉണ്ട്, ഇവിടെ അടുത്ത റൂട്ടും ഉണ്ട്, മുകളിൽ ഒരു 2 വെറുതെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരൊക്കെ ക്യാൻസലായിപ്പോൾ. ഓക്കെ, പിന്നെന്താണ്? ഇ റേസ് ടു ഹാഫ് അകത്തുണ്ട്, ഇ റേസ് ടു ഹാഫ് പുറത്തുണ്ട്. സോ വാട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഈസ് ഡെൽറ്റ ബൈ ഇ ഇൻറ്റു 2 pi me all raised to 3n by 2 divided by 3n by 2 minus 1 factorial. This is what we get. Very good. This is what we get finally. So this is the volume of ഈ മൊമെൻറ്റം സ്പേസിലെ നമ്മുടെ ഒമേഗയുടെ പാർട്ടിൻ്റെ വോളിയമാണ്. നമുക്കറിയാം, പിന്നെ കോർഡിനേറ്റ് സ്പേസിലെ വോളിയത്തിന് നമ്മൾ എടുത്തു, വി റേസ് ടു എൻ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഓൾറെഡി.
ഓക്കെ. സോ വി നോ നമ്മളതിനെ 2 കഷ്ണമാക്കി. 3n കഷ്ണത്തിനെ എടുത്തിട്ട് d3nq എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട്, കാരണം ഇതിനെ അഫക്റ്റ് ചെയ്യാത്തൊരു ടേമാണ്, സോ ദാറ്റ് ഈസ് v raised to n നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഫൈനലി ഇത് ഒമേഗ ഈസ് എന്താണ് 6n ഇൻറ്റഗ്രൽസ് ഉണ്ട്. 3np d3nq എന്ന് പറയുന്നതാണ്. സോ ദാറ്റ് ഈസ് v raised to n ഡെൽറ്റ ബൈ ഇ, പിന്നെന്തുണ്ട് ഈ ടേം കൂടി ഉണ്ട്, 2πme all raised to 3n by 2 divided by 3n by 2 minus 1 factorial. So this is the omega. Clear? This is the omega. But we already know, നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ ഗാമ ഇസ് ഈക്വൽ ടു, നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ ഡെറിവേറ്റ് ചെയ്തപ്പോൾ ഗാമ ഇസ് ഈക്വൽ ടു, അവിടെ നമ്മൾ എനർജി സ്പേസിലാണ് കാര്യങ്ങൾ ചെയ്തത്. സോ ഗാമ ഇസ് ഈക്വൽ ടു തിക്നെസ് മൾട്ടിപ്ലൈഡ് ബൈ ഡോ സിഗ്മ ബൈ ഡോ ഇ. നിങ്ങൾ മറിച്ച് നോക്കി കാണാൻ പറ്റും എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ദാറ്റ് വി ഹാവ് ഡിറൈവ്ഡ് ആസ് 3n by 2 ഡെൽറ്റ ബൈ ഇ സിഗ്മ എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയാൽ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ മറിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. സോ നൗ വി ഗെറ്റ് ഗാമ. ഗാമ എന്താണ്? നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ്. നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഈസ് സിംപ്ലി വാട്ട്? 3n by 2 ഡെൽറ്റ ബൈ ഇ v by h cube all raised to n 2πm all raised to 3n by 2 divided by 3n by 2 factorial into e raised to 3n by 2. This is what we get. ഓർമ്മയില്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഒന്ന് മറിച്ച് നോക്കിയാൽ മതി. ദിസ് ഈസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേ മോഡൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്തതാണ്. സോ ദിസ് ഈസ് വാട്ട് വി ഗെറ്റ് ആസ് ഗാമ. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് വി ഗെറ്റ് ആസ് ഗാമ. Now things are getting a little bit easy. So നമുക്ക് എന്ത് കിട്ടി? ഒമേഗ എന്ന് പറയുന്ന ടോട്ടൽ വോളിയം കിട്ടി, നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സും കിട്ടി. ഇനി sorry not f, it's simply gamma. ഓക്കെ, ഇത് രണ്ടും കിട്ടി. ഇനി നമ്മളുടെ റിലേഷൻ നോക്കുക. ഒമേഗ ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ചെയ്താൽ എന്ത് കിട്ടും? സോ ഇഫ് യു ഡു ഒമേഗ ബൈ ഗാമ, that would give you omega 0, the volume occupied by a single microstate. So let's do that. So it simply is omega എന്തായിരുന്നു? omega 0 is equal to delta by e v raised to n 2πme all raised to 3n by 2 divided by 3n by 2 minus 1 factorial all divided by 3n by 2 delta by e v raised to n divided by h raised to 3n, right? v raised to n divided by h raised to 3n 2πme ഒന്നിച്ചെഴുതിയാൽ ഈ മുകളിലത്തെ ടേമിനെ ഒന്നിച്ചെഴുതി 2πme all raised to 3n by 2 divided by 3n by 2 factorial. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്യാതിരുന്നൊരു കാര്യമുണ്ട്. 3n by 2 ഇവിടെയുണ്ട്, 3n by 2 ഫാക്ടോറിയൽ ഇവിടെ ഉണ്ട്. സോ ക്യാൻസൽ ചെയ്ത് എന്ത് കിട്ടും? 3n by 2 minus 1 ഫാക്ടോറിയൽ, റൈറ്റ്? സോ നോക്കൂ, മുകളിലും 3n by 2 minus 1 ഫാക്ടോറിയൽ, താഴെ 3n by 2 minus ഫാക്ടോറിയൽ. ഡെൽറ്റ ബൈ ഇ, v by n, v raised to n, 2πme, everything get cancelled, only what remains h raised to 3n. So that is omega 0 is equal to h raised to 3n. So this is a very beautiful results. Quantum mechanical results automatically comes into this. So omega 0, that means the volume occupied by a single microstate, the volume occupied by a single microstate is given by h raised to 3n. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ നോക്കൂ, ഒരു വൺ ഡയമെൻഷണൽ ആണെങ്കിൽ എന്താണ്? ഡി എക്സ് ഉണ്ടാവും, ഡി പി എക്സ് ഉണ്ടാവും, മൊമെൻറ്റവും സ്പേസും ഉണ്ടാവും. അതിൻ്റെ അൺസർട്ടനി അനുസരിച്ചിട്ട് അതിൻ്റെ ഓർഡർ എന്തിലായിരിക്കും? എച്ചിലായിരിക്കും. മിനിമം ഓർഡർ എന്ന് പറയുന്നത് എച്ചിലായിരിക്കും. ഡി വൈയും
DPY ആണെങ്കിലും H ആയിരിക്കും. അങ്ങനെ ഓരോ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? 3n ഡയമെൻഷൻ ആണെങ്കിൽ H⁻3n കാര്യങ്ങൾ പോകും. സോ ദിസ് ഈസ് വാട്ട് വി ഗെറ്റ് ആക്ച്വലി. ഇതൊരു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. ഈ അൺസർട്ടനിറ്റിക്ക് അകത്തേക്ക് അതിലും കുറഞ്ഞ രീതിയിലേക്ക് എന്ത് പോകാൻ പറ്റില്ല? നമ്മുടെ ഒരു മൈക്രോ സ്റ്റേറ്റിൻ്റെ വോളിയം പോകാൻ പറ്റില്ല. സോ അൺസർട്ടനിറ്റി ലിമിറ്റ്സ് ദ മൈക്രോ സ്റ്റേറ്റ്സ് വോളിയം ടു ഹാവ് അറ്റ്ലീസ്റ്റ് H⁻3n എന്ന് പറയുന്ന വോളിയത്തിലേക്ക് മിനിമൈസ് ചെയ്യുകയാണ്. So this is what we get as the volume of a single microstate in case of a classical ideal gas. Okay. Okay. So let's consider a single particle. ഇവിടെ നമ്മൾ ഇനി പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ. സോ നമുക്കറിയാം ഒരു സിംഗിൾ പാർട്ടിക്കിൾ സിസ്റ്റത്തിന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം ω/ω0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ω/ω0 ആയിരിക്കും. പക്ഷേ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ മൈക്രോസ്റ്റേറ്റിൻ്റെ D3Q D3P എന്നുള്ളതായിരിക്കും ഒമേഗ, അല്ലേ? ω0 എന്ന് പറഞ്ഞാലോ? ω0 എന്ന് പറഞ്ഞാൽ സിംഗിൾ പാർട്ടിക്കിളാണ്. സോ 3 degrees ഓഫ് ഫ്രീഡം. സോ ദാറ്റ് മീൻസ് H3. ദാറ്റ് ഈസ് ദ മിനിമം വോളിയം, അല്ലേ? എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും എച്ച് വെച്ചിട്ട്. സോ ദാറ്റ് മീൻസ് H3. സോ ω0 വിൽ ബി H3. ഒമേഗ വിൽ ബി ഇൻറ്റഗ്രൽ, അല്ലേ? 6 ഇൻറ്റഗ്രൽ ഉണ്ടാവും. ഇൻറ്റഗ്രൽ D3Q D3P എന്ന് പറയുന്നതായിരിക്കും. ഇനി നമുക്ക് D3Q നേരിട്ട് എടുക്കാമല്ലോ. D3Qനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ എന്ത് കിട്ടും? ഒബ്വിയസ്ലി യു വിൽ ബി ഗെറ്റിംഗ് വോളിയം. സോ വോളിയം ബൈ H3 ഇൻറ്റഗ്രൽ 3 ഇൻറ്റഗ്രൽസ് D3P. റൈറ്റ്. D3P എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ദാറ്റ് വിൽ ബി സിംപ്ലി സർഫസ് ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ദ തിക്നെസ്. യൂഷ്വലി വി ഇൻറ്റഗ്രേറ്റ് ഇറ്റ് ആസ് ഹൗ മച്ച്? V ഡിവൈഡഡ് ബൈ V divided by H3 D3P. D3Pനെ നമ്മൾ സാധാരണഗതിയിൽ എഴുതാറുള്ളത് ഇൻറ്റഗ്രൽ ഒറ്റയടിക്ക് എഴുതാൻ പറ്റുന്നത് 4πp². 4πp² എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസ് ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ DP ആണ്. ഓക്കെ. സോ ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? 4πp³ divided by 3, that is the integral. Okay, so V by H3. So this is what you are going to get. So sigma would be simply is equal to V by H3 4/3 pi p³ എന്ന് നമുക്ക് കിട്ടും sigma. Okay, so this is what the sigma in case of. So now let us consider G of P dP. What is G of P dP? G of P dP. G of P dP is the number of microstates with momentum lying between P and P plus dP. Pക്കും P plus dPക്കും ഇടയിൽ മൊമെൻറ്റമുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സിൻ്റെ എണ്ണമാണ് G of P dP എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് സിംപ്ലി ഡോ സിഗ്മ ഓഫ് P ഡിവൈഡഡ് ബൈ ഡോ ബൈ ഡോ P ഓഫ് സിഗ്മ P ഇൻറ്റു dP. Okay, so let us take the derivative here with respect to P. So that is simply V by H3 4πp² dP. This is it. So the number of microstates lying between the momentum P and P plus delta P is simply given by this. ഇത് നിങ്ങൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. എവിടെയാണ് പ്രോബ്ലം ചെയ്തിട്ടുള്ളത്? നമ്മുടെ അർദർ ബേസറിനകത്ത് മൊമെൻറ്റം സ്പേസ് ചെയ്തപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ പാഠം പഠിച്ച സമയത്ത് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇതേ സാധനമാണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു ഗെറ്റ്. സപ്പോസ് യു വാണ്ട് ടു ഗെറ്റ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് എനർജി. ഓക്കെ,
സപ്പോസ് യു വാണ്ട് ടു ഗെറ്റ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് എനർജി. നമ്മൾ എനർജിയുടെ ടേമിൽ കിട്ടണം എന്ന് വിചാരിക്കുക. എനർജിയുടെ ടേമിൽ എങ്ങനെ കിട്ടും? സോ സിഗ്മ ഓഫ് ഇ, ഓക്കെ, എനർജി, ഈ എനർജിയുള്ള നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സിൻ്റെ എണ്ണം. നേരത്തെ ചെയ്തതുപോലെ ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. V/h³ 4π/3 പി ക്യൂബിന് പകരം പി എന്താണ്? പിയും ഇയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? P is equal to √2me ആണ്. റൈറ്റ്. P is equal to 2me all raised to half ആണ് അല്ലേ? അപ്പോൾ പി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2me all raised to 3/2. സോ ദാറ്റ്സ് വെരി സിമ്പിൾ. ഇനി എനർജി ഇക്കും ഇ പ്ലസ് ഡെൽറ്റ ഇക്കും ഇടയിലുള്ള നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സോ ജി ഓഫ് ഇ ഡി ഇ ആണെന്ന് വിചാരിക്കുക. ഇക്കും ഇ പ്ലസ് ഡെൽറ്റ ഇക്കും ഇടയിലുള്ള നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സിനെ കാണണമെങ്കിൽ സിംപ്ലി എന്ത് ചെയ്യണം? ഡോ സിഗ്മ ബൈ ഡോ ഇ ഡി ഇ ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് സിംപ്ലി V/h³ 3/2 3/2 cancel ആയിപ്പോയി, 2 2 cancel ആയിപ്പോയി. സോ വാട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ്? ഇറ്റ്സ് V/h³ 2π into 2m raised to 3/2 e raised to half de. So g of e de is equal to this. This is a very important result. See, the number of microstates lying between E and E plus delta E energy എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും? E raised to ഹാഫിന്, റൂട്ട് ഇക്ക് പ്രപ്പോർഷൻ, എനർജിയുടെ റൂട്ടിന് പ്രപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഇൻ ഫിസിക്സ്. സോ ദാറ്റ് യു ഹാവ് ടു കൺസിഡർ. ഓക്കെ. Now that I think almost we are finished, let's do a problem now. It's a very beautiful problem that we are going to do now. So that is of a simple harmonic oscillator. Simple harmonic oscillator phase space എന്ന് പറയുന്നത് നമുക്കറിയാം. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഹാമിൽട്ടോണിയൻ എന്താണ്? H is equal to half KQ square plus P²/2m. Okay, let's say it's a one-dimensional harmonic oscillator. It's a one-dimensional harmonic oscillator. So in case one-dimensional harmonic oscillator, I can assume the Q to be, let us say, a cos omega t plus phi. This is a harmonic oscillator in the case. So what is Q dot? Take the derivative. So I'll get minus a sine, minus a omega sine omega t plus phi. So what is P? P is equal to mq dot, that is minus a m omega sine omega t plus phi. Clear? So that's it. So now what is the so that's it simply. നമ്മളിനി ഇത് കൂട്ടിക്കഴിഞ്ഞാലോ? സോ ഹാഫ് കെ ക്യൂ സ്ക്വയർ പ്ലസ് P²/2m നമുക്ക് വെറുതെ ചെയ്ത് നോക്കാം. സോ ദാറ്റ് ഈസ് ഹാഫ് കെ ക്യൂ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് അല്ലേ, പ്ലസ് P² എന്താണ്? എ സ്ക്വയർ എം സ്ക്വയർ ഒമേഗ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ 2m. എമ്മും ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ. സോ എം ഒമേഗ സ്ക്വയർ എന്താണ്? എം ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എം ഒമേഗ സ്ക്വയർ ഈസ് സിംപ്ലി കെ അല്ലേ. സോ എം ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ ദാറ്റ് ഈസ് കെ ആണ്. സോ നമുക്ക് എന്നിട്ട് ഹാഫ് കെ എ സ്ക്വയർ കോസ് സ്ക്വയർ, ഇതിൽ രണ്ടിലുണ്ട്. ഓക്കെ, എന്നാലും വേണ്ട, നമുക്ക് എഴുതാം. കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് പ്ലസ് ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ omega t plus 5. So that is simply half k a square. Half k a square. K എന്ന് പറഞ്ഞാൽ half m omega square a square. This is the total energy of a simple harmonic oscillator. Now this is
ഇപ്പോൾ ഒമേഗ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്ന സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആണ് എങ്കിൽ അതിൻ്റെ എനർജിയെ സംബന്ധിച്ചിടത്തോളം എനർജി ഈസ് എ കോൺസ്റ്റൻറ്റ്. am I right? Energy is a constant. Now we can say half kq square plus p square by 2m, like half p square by 2m is equal to a definite energy E. Now I make a small adjustments, mathematical adjustment, so I can write it like I'm dividing throughout by E, so 2E by k, this is okay, plus q square, p square by 2me, alright, is equal to 1. Alright, see this, ഇതിനെ നമുക്ക് വേണമെങ്കിൽ റൂട്ട് ഓഫ് ദിസ് ഇൻ്റെ സ്ക്വയർ ആയിട്ട് എഴുതാം, റൂട്ട് ഓഫ് ദിസിൻ്റെ സ്ക്വയർ ആയിട്ട് എഴുതാം. വാട്ട് ഈസ് ദിസ് ഇക്വേഷൻ? ക്യൂവിലും പിയിലും ആണെങ്കിൽ ഫേസ് സ്പേസിൽ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്? ക്യൂവും പിയും ആണ് അല്ലേ? ക്യൂ ഈസ് വൺ ഡയമെൻഷണൽ ആണെങ്കിൽ ക്യൂവും പിയും ആയിട്ടുള്ള കോർഡിനേറ്റ്സ് ആണ് നമുക്ക് ഫേസ് സ്പേസിലുള്ളത്. സോ ദിസ് ഇക്വേഷൻ represents an ellipse. So beautifully the phase space diagram of a simple harmonic oscillator having energy E will be this. So this represents an ellipse. So every simple harmonic oscillator in phase space will be represented by an ellipse. So that's a beautiful idea. Now what is the area of that ellipse? It's simply pi AB. Okay, this is the A, this is the B, like x square by s square plus y square by b square is equal to 1. That is the equation, and the area of an ellipse is given by pi into AB. So pi into root of 2e by k, k is m omega square into 2e 2me, sorry, 2me half. This is the area. So if I multiply m and m get cancelled, omega square will be there, 2 will be there, so everything will be there. Okay, so what are you going to get? 2 pi, am I right? 2 pi e divided by omega. This is the area, this is the area of a ഫേസ് സ്പേസിലെ ഏരിയ, സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഫേസ് സ്പേസിലെ ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. ഓക്കെ, now this area is directly proportional to what? Everything else is a constant, so area is directly proportional to E. So 2 pi E divided by omega, that's area. Area is directly proportional to omega. Now suppose we know that any microstate in any microcanonical ensemble, the energy cannot be a constant, it fluctuates between some delta by 2 plus or minus. Okay, so in that case the area is given by 2 pi by omega. What would be the area? അപ്പർ ഏരിയ. നമ്മളിപ്പോൾ ഇങ്ങനെയാണുള്ളതെങ്കിൽ ഈ ഏരിയയിൽ തന്നെ നിൽക്കണമെന്നില്ല. സോ ദാറ്റ് വുഡ് ബി സം ഫ്ലക്ച്വേഷൻ, ദർ വിൽ ബി സം ഫ്ലക്ച്വേഷൻ ബിറ്റ്വീൻ, അല്ലേ, എന്തുണ്ടാവും, ഈ പ്ലസ് ഡെൽറ്റ ബൈ ടുവിൻ്റെയും ഈ മൈനസ് ഡെൽറ്റ ബൈ ടുവിൻ്റെ ഇടയിലുള്ളൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് രണ്ടിനും ഇടയിലുള്ള ഏരിയ ആണ് കൺസിഡർ ചെയ്യേണ്ടത് എങ്കിൽ വാട്ട് ഐ എം ഗോയിങ് ടു find out is omega is equal to, so here omega is equal to 2 pi by omega, this omega, don't get confused, this omega in the denominator is simply frequency, but this omega is the volume of the phase space, don't get confused. Okay, I mean not volume, since it's a 2-dimensional, it's area. Should I take it into A? I mean clear, this is ഏരിയ ആണ്, ഈ ഏരിയ ആണ്. ഓക്കെ, ഞാനിവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ ഏരിയ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഇത്. ഈ ഒമേഗ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. സോ ലെറ്റ് us say ഏരിയ. ഓക്കെ, വൈ ഷുഡ് ഐ യൂസ് ഒമേഗ? സോ ലെറ്റ് us say A. So A is equal to 2 pi by omega E plus delta by 2 minus E minus delta by 2. Alright.
So that is simply 2 pi by omega delta. That is the area. Correct? Now, quantum mechanically, every harmonic oscillator, the energy is given by n plus half h cross omega that we know. സോ രണ്ട് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അടുത്തടുത്തുള്ള രണ്ട് എനർജി ലെവലുകൾക്കിടയിലുള്ള ഡിഫറൻസ് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് സിംപ്ലി ഈസ് എച്ച് ക്രോസ് ഒമേഗ. നിങ്ങൾ ഓരോ വാല്യൂ കൊടുത്തത് രണ്ടിനും ഇവിടെ 1ഉം 2ഉം കൊടുത്തിട്ട് അത് നമ്മുടെ ഡിഫറൻസ് എടുത്താൽ എന്താ കിട്ടുക? ഇറ്റ് സിംപ്ലി എച്ച് ക്രോസ് ഒമേഗ. സോ what would be the omega 0? Let us consider what would be the സോ ഈ എനർജിയിലുള്ള ഡെൽറ്റ എന്ന് പറയുന്നത് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഈ ഡെൽറ്റയാണ് അല്ലേ. സോ ലെറ്റ് us കൺസിഡർ ദാറ്റ് വാട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഇറ്റ്. സോ ഒമേഗ 0 വുഡ് ബി സിംപ്ലി 2 pi h cross omega divided by omega. Okay, so omega and omega get cancelled. H cross is equal to h by 2 pi. So 2 pi and 2 pi get cancelled, so this is h. So omega 0 is h. How beautiful that result is. സോ വൺ ഡയമെൻഷണൽ കേസ് ആണെങ്കിൽ ഒബ്വിയസ്ലി എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു ഡി പി എക്സും ഡി എക്സും തമ്മിലുള്ള അൺസർട്ടനിറ്റി എച്ചിൻ്റെ ഓർഡറിലായിരിക്കും. സോ ഒമേഗ 0 ഇൻ കേസ് ഓഫ് എ ക്ലാസിക്കൽ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് ഒബ്വിയസ്ലി എച്ച്. It's in the form of h. So that is the beautiful result we are getting here. So for a simple harmonic oscillator in one dimensional, the volume occupied, volume in the here it is area, the area occupied by a single microstate is given by h. It is h. So that's the final result. So in the next class നമ്മൾ കുറേ ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ട്, കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ക്ലാസ് മിസ്സായതുകൊണ്ട് ഇനി എല്ലാ ദിവസങ്ങളിലും ക്ലാസ് ഉണ്ടാവും. So the area given by h. So in the next class we will be considering canonical ensemble, which is a very large topic. So get prepared. Thank you.